ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ശ്രീമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കാത്തിരുന്ന് ബർത്ത്ഡേ ഇങ്ങെത്തി. അപ്പം നമ്മൾ ആരെയും വിളിക്കുന്നില്ല, നമ്മൾ മാത്രം മതി. ചേച്ചി, അച്ഛനും അമ്മയും നമ്മൾ മാത്രമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി ഒരു ബർത്ത്ഡേ ആഘോഷം നടത്താമെന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പോൾ അച്ചുവും വരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ ആരും വരാനില്ലല്ലോ, അതുപോലെ അമ്മച്ചി വരാനിരുന്നതാണ്. ഇവിടെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അമ്മച്ചി വരാഞ്ഞത്. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് വരാൻ പറ്റാത്തതിൽ. എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ പറയും, ശ്രീമോൻ്റെ കാതൊക്കെ കുത്തിയപ്പോഴൊക്കെ അവൻ കരയാതൊക്കെ ഇരുന്നത് കൊണ്ടൊക്കെ പറയും, ഇപ്പം ഞാൻ അവിടെ ഇരിക്കേണ്ടതല്ലേ, എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, ഈ ചൂട് കൊണ്ടാണ്, എനിക്ക് ചൂടാകുമ്പോൾ എനിക്ക് വയ്യ എന്നൊക്കെ അമ്മച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കേട്ടോ. അപ്പം ഇന്നിപ്പം ഇവിടെ ബർത്ത്ഡേക്ക് എല്ലാവരും, ഇവിടുത്തെ ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വലിയ ചടങ്ങുകളോ കാര്യങ്ങളോ എല്ലാവരും കൂടി കാണുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആരുടെയെങ്കിലും വീട്ടിൽ കുടുംബയോഗം പോലെ ഇങ്ങനെ നടത്താമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ ആഴ്ച വന്നിരുന്നത് അഞ്ജുവിൻ്റെ വീട്ടിൽ കൂടാമെന്നായിരുന്നു. അപ്പോൾ ശ്രീമോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അതിങ്ങോട്ടങ്ങ് മാറ്റി കേട്ടോ, നമ്മുടെ വീട്ടിൽ നടത്താമെന്ന് കരുതി. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വൈകിട്ടേ ഉള്ളൂ. വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമ്മൾ ചിക്കൻ കറി വെക്കുകയും പിന്നെ പൊറോട്ട ഇടിയപ്പം വാങ്ങിക്കുകയും ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉച്ചയ്ക്ക് വരും കേട്ടോ കഴിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ അവിയലങ്ങ് വെക്കാൻ കരുതി. ആദ്യം തന്നെ അവിയലിനുള്ളതെല്ലാം തലേന്നേ അരിഞ്ഞു വെച്ചു. നമ്മുടെ മുരിങ്ങയ്ക്ക മാത്രം അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു, അത് അരിയുവാണ് രാവിലെ തന്നെ. പിന്നെ ഒരു പരിപ്പ് കറിയും വെച്ച്, ഒരു മീൻ കറിയും ചിക്കൻ കറി, പിന്നെന്തുവാ വേറെ ഇല്ല, ഇത്രയും സാധനങ്ങൾ വെക്കുന്നുള്ളൂ. വലിയ സദ്യ ഒന്നുമില്ല. ശ്രീമോൻ ഇഷ്ടം പരിപ്പും പപ്പടവുമാണ്. അപ്പോൾ അതിൽ കൂടുതൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്നേ വിചാരിച്ചുള്ളൂ. പിന്നെ അച്ഛൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ടാണ് മീൻ കറി വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ വെളിയിൽ ഇങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അച്ചു ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു 10 കിലോ ചിക്കൻ വേണം, അത് വാങ്ങിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ചായ ഇടുവാണ്. ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി അച്ഛനും മക്കളും കൂടെ അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. ഞാൻ പോകുന്നില്ല, രാവിലെ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് അമ്പലത്തിലും കൂടെ പോയാൽ അത്രയും സമയം എനിക്ക് പോകും കേട്ടോ. എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്, എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ എല്ലാവരും വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ജോലി ഒതുക്കി ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടെ ആയാലും കുറച്ച് സമയം ഇരിക്കാമല്ലോ, അതാണ് മെയിൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ധൃതി പിടിച്ചെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളതാണ് ആദ്യം എടുത്തത്. അത് ഏട്ടനുള്ളത് കൊടുത്തിട്ട് പിന്നെ അച്ചുവിനുള്ളത് കൊടുക്കണം, ശ്രീമോനുള്ളത് കൊടുക്കണം, കാശിക്കുള്ളത് കൊടുക്കണം. അപ്പോൾ ശ്രീമോൻ എന്തായാലും വന്ന് എടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു വിരൽ കാണിക്കും കേട്ടോ, അവനും കൂടെ വരണമെന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ രാവിലെ എന്തായാലും നല്ല മൂടി നിൽക്കുവാണ്, കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് വേറെ ഒന്നും എടുത്തില്ല, ചായയോ ബൂസ്റ്റോ ഒന്നും എടുത്തില്ല, എല്ലാം അങ്ങ് കോഫി ആക്കിയിട്ടുണ്ടായിരുന്നു. ജോലിയുടെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോന്നും എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. പിന്നെ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ കുക്കിങ്ങിൻ്റെ എല്ലാം വീഡിയോസ് എനിക്ക് എടുക്കാനും പറ്റിയില്ല. എന്ന് വെച്ചാൽ ധൃതിയാണ്, നമ്മൾ ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പോവോ ജോലി ചെയ്യാൻ പോവോ, എല്ലാവരും വരുന്നതിന് മുമ്പ് ചെയ്യുകയും വേണം. ഇനി ഡെക്കറേഷൻ പണികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരുന്ന സമയത്ത് ലാലിക്കൊച്ചൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ കൊച്ചൻ വന്ന് കുറച്ച് സമയം അവനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ബാക്കി ജോലിയൊക്കെ അങ്ങ് ഒതുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. കൊച്ചൻ വരുമ്പോൾ മാത്രമാണ് ശ്രീമോൻ അങ്ങനെ വേഗം കൊച്ചൻ്റെ കയ്യിൽ പോകുന്നത്. അച്ഛൻ വന്നാൽ പോലും അധികം അങ്ങനെ പോത്തില്ല. അപ്പോൾ കൊച്ചനെ ഇടയ്ക്ക് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിയലിന് അരപ്പിടാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. തേങ്ങ തലേന്ന് രാത്രി തന്നെ ഏട്ടനെല്ലാം തിരുമ്മി തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരുമേണ്ടി ആവശ്യം വന്നില്ല, എല്ലാം എളുപ്പമായിരുന്നു. ഒരു കുക്കറിൽ ഞാൻ വെച്ചത് പയറുപരിപ്പാണ് കേട്ടോ, നമ്മുടെ പരിപ്പ് കറിക്കുള്ള പയറുപരിപ്പാണ് വെച്ചത്. ഒന്നിൽ അവിയലും. ഈ കുക്കറില്ലാതെങ്കിൽ നമ്മളൊക്കെ എന്തോ ചെയ്തേനെ. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂവും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ എളുപ്പപ്പണിയാണ് ഈ കുക്കറിൽ വെക്കുന്നത്. എല്ലാ സാധനങ്ങളും മിക്കവാറും ഉള്ള എല്ലാ സാധനങ്ങളും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. ചിക്കൻ കറിയും കുക്കറിൽ വെക്കണം, മീൻ കറി വെക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു, പക്ഷെ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുക്കറിൽ. അതുകൊണ്ട് മീൻ കറി നമുക്ക് ചട്ടിയിൽ തന്നെ വെക്കണം. മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല, മീൻ അവിടെ ചന്തയിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം എല്ലാം ഒത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട് ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെന്ത് റെഡിയായിരിക്കുന്ന അവിയലിലോട്ട് ഞാനൊരു ശകലം തൈര്, ഒരു നുള്ളു ഉലുവാപ്പൊടി ഇടും കേട്ടോ. ഇതൊക്കെ ശ്യാമള പറഞ്ഞിട്ടുള്ള ട്രിക്കുകളാണ്. ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയപ്പോഴെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, അല്ലാതെ എനിക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് തോന്നുകയൊന്നും ചെയ്യത്തില്ല. ചിലരൊക്കെ ഉലുവാപ്പൊടി എന്നൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കും ഉലുവാപ്പൊടിയൊക്കെ ഇടുമോ എന്ന് ചോദിക്കും. ഒരുപാടൊന്നുമല്ല, ഒരു നുള്ളു ഇടത്തതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് പരിപ്പ് കറിക്കുള്ള തേങ്ങയെല്ലാം അരച്ച് വെക്കണം. പിന്നെ നമ്മുടെ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നതായിരുന്നേ, അതെല്ലാം തലേന്നത്തെ ജ്യൂസ് കുടിച്ചതിൻ്റെ ഗ്ലാസ് ആയിരുന്നു, അതൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിനി
എനിക്കുള്ളതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. കാശിക്കുള്ളതും കൊടുത്തിട്ടില്ലായിരുന്നു ചായ. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഞാൻ കാശിയെ വിളിക്കുന്നുണ്ട്, ഇവിടെ വാ ചായ കുടിക്കാനെന്നും പറഞ്ഞ്. അപ്പോൾ അത് വരണ്ടേ, ഇവനാണെന്നുണ്ടെങ്കിൽ എത്ര വിളിച്ചാലും കേൾക്കത്തില്ല. ഇപ്പോൾ ഇത്രയും ജോലി നമുക്ക് കിടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ നമ്മളത് കൊടുക്കണം. അങ്ങനെ ഞാൻ എന്തായാലും ചായ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ 1 കിലോ കടലപ്പരിപ്പിൻ്റെ പായസമാണ് നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആ പരിപ്പ് കുതിരാൻ വേണ്ടിയിട്ട് എടുത്തിടുവാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ അതൊക്കെ റെഡി ആയിക്കോളും. തലേന്ന് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പയറുപരിപ്പല്ല കടലപ്പരിപ്പായതുകൊണ്ട്. പിന്നെ ഞാൻ ഗ്ലാസ്സുകളും പാത്രങ്ങളും എല്ലാം കഴുകി വെക്കുവാണേ. നല്ലതുണ്ടെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പാടാവും. പിന്നെ വേറെ എന്തെങ്കിലും ചിക്കനും മീനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ലും കൂടി ഗ്ലാസ്സിലൊക്കെ ആവുന്നതുകൊണ്ട് ഇതൊക്കെ അന്നേരം അങ്ങ് കഴുകി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ജോലികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി എനിക്ക് ഒരുപാട് ജോലികൾ കിടക്കുവാണ്. അവിയലും പരിപ്പിനുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ പരിപ്പിനുള്ളത് അരയ്ക്കാൻ വേണ്ടി പോവാണ്. അതിനാണ് ഞാൻ ഓരോന്ന് മാറ്റി കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ സാധനങ്ങളും ഓരോരുത്തരത്തിരിക്കുവാണ്. ഞാനതെല്ലാം ഇനിയും പറക്കി എടുക്കണം. അപ്പോൾ കൊച്ചു ജാറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോസിൽ എനിക്ക് ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. ജോലിയുടെ തിരക്കുകൊണ്ട് സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ശ്രീമോനെ പല്ല് തേപ്പിക്കാൻ പോയതാണ്. ശ്രീമോനെ പല്ല് തേപ്പിച്ചിട്ട് വേണം ഇനി കുളിപ്പിച്ച് റെഡിയാക്കി എൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല്ല് തേക്കാനായിട്ട് എന്തായാലും ഇരിക്കുക, ഭയങ്കര പാടാണ് കേട്ടോ. ഉരയ്ക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഓടി എന്തായാലും അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള എന്തെങ്കിലും എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ അവിടെ നിൽക്കുക, ഇത് എനിക്കുള്ള കോഫിയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞുള്ളത് ബാക്കി ഒരു ഇച്ചിരി ഞാൻ വേണമെങ്കിൽ അവന് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ തണുപ്പിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ചതാണ്. ആദ്യം ഒരു ട്രിപ്പ് കുടിച്ചു, പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന കാണുമ്പോൾ അവന് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെ അപ്പോൾ എന്തുമായാലും ഞാൻ അത് തണുപ്പിച്ചുകൊണ്ടിരിക്കുവാണേ. എന്തുമായാലും ബർത്ത്ഡേ നോക്കി ഇരുന്ന് എന്തായാലും ബർത്ത്ഡേ ഇങ്ങെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതിനി എന്നാന്ന് ഞാൻ വീഡിയോസ് വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ബർത്ത്ഡേ കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത അതിനോട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇന്നിപ്പം എല്ലാവരും വരും. ചേച്ചിയൊക്കെ ഉച്ചയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയൊക്കെ ഉച്ചയാകുമ്പോൾ എത്തും. അപ്പോൾ അവർ ഇറങ്ങിയോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വിളിക്കാനും എടുക്കാനും ഒന്നും പറ്റിയില്ല. ഞാനിപ്പോൾ വേഗം തന്നെ പോയി ശ്രീമോനെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ശ്രീമോനെ ഫ്രണ്ട്സ് 2 പേരും മാളുവും മൃദുവും കൊറിയർ അയച്ചതാണ് കേട്ടോ. ഈ കൊറിയർ വന്നത് അയച്ചു ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, സർപ്രൈസായിട്ട് അയച്ചതായിരുന്നു. എൻ്റെ അഡ്രസ്സ് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ശ്രീമോൻ, മൃദു, മാളു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഏട്ടനാണ് എടുത്തത്. അമ്പലത്തിൽ കൂടെ അങ്ങ് ഓടി നടന്ന് അങ്ങ് പ്രാർത്ഥനയായിരുന്നു. ശ്രീമോൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട്. തിരുമേനിക്ക് മുട്ടായി കൊടുക്കാൻ പറഞ്ഞിട്ട് മുട്ടായി കൊടുത്തില്ല, ഭഗവാന് മുട്ടായി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി 2 മുട്ടായി എന്തായാലും പിള്ളേർക്ക് 2 കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഏട്ടനെടുത്ത വീഡിയോ ആയിരുന്നു. അത് ഏട്ടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കണേന്ന്. അപ്പം ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പരിപ്പൊക്കെ അങ്ങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും ചോറ് ഒന്നുകൂടെ റൈസ് കുക്കറിൽ വെക്കണം. ചെറിയ ഇതാണല്ലോ എൻ്റെ കലം. അതുകൊണ്ട് ആരെങ്കിലും ഒരാളും കൂടെ വന്ന്, നമുക്കറിയാൻ പറ്റത്തില്ല ബർത്ത്ഡേ ദിവസമാണ്, ആരെങ്കിലും നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ആദ്യം നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന അരിയെല്ലാം ഞാനൊരു പാത്രത്തിലോട്ടാക്കി അടച്ച് വെച്ചിട്ട് ഇനി എനിക്ക് ഒന്നും കൂടെ അരി തിളപ്പിക്കാൻ വെക്കണം. ആരെങ്കിലും വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ച് അങ്ങ് ഊറ്റിയാൽ മതി. എനിക്ക് ചോറ് റെഡിയാവും ഉച്ചയാകുമ്പോഴത്തേക്ക്, രാവിലെ ഇട്ടാലും. അതുകൊണ്ട് ഞാനാണെങ്കിൽ അത്രയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ കറി വെച്ചു, ചിക്കൻ കറി വെച്ചു, പായസം വെച്ചു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. അപ്പോൾ ജോലിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കള കോലമായിട്ടുണ്ടായിരുന്നു. വേഗം പാത്രങ്ങളെല്ലാം കഴുകി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയും ചേച്ചി എല്ലാവരും വന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ്. ഞാൻ ജോലി ആയതുകൊണ്ട് എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലച്ചുവൊക്കെ വന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ക്യാമറ വുമൺ ലച്ചു ആയിരുന്നു കേട്ടോ. ഞാനിതെല്ലാം കൊണ്ടുവെക്കുന്നതും വിളമ്പുന്നതും കൊടുക്കുന്നതും എല്ലാം ലച്ചുവാണ് വീഡിയോ എടുത്തത്. അവളില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇത്ര ഇതായിട്ട് എല്ലാം ഒന്നും കിട്ടത്തില്ലായിരുന്നു. അതുവരെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സെറ്റ് ചെയ്ത് എടുക്കാനും പിടിക്കാനും ഒന്നും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അവൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തുമായാലും എല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ബർത്ത്ഡേയുടെ സമയത്തുള്ള വീഡിയോസിലും എല്ലാം അവൾ തന്നെയാണ്. എല്ലാം ഓടി നടന്ന് അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനാണെങ്കിൽ കേക്ക് കട്ടിംഗ് ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. വെച്ചാൽ ഒരുപാട് അങ്ങ് ലോങ് ആയിപ്പോവും, എല്ലാവർക്കും കാണാനും ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഏട്ടൻ്റെ ഒടുങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. പൊടിവാവ് അവിടെ ഇരുന്ന് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ദിവാങ്കോളിലിരുന്നാണ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് അച്ചു എനിക്ക് ബലൂണെല്ലാം വീർപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുവിന് ഇപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനൊരു സർബത്ത് എടുക്കുമായിരുന്നേ. അപ്പോൾ അവന് സർബത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ അങ്ങ് തുടച്ചിടുവാണ്. തുടച്ചിട്ടിട്ട് വേണം നമുക്കിനി ബാക്കി ബലൂണിൻ്റെ പരിപാടികളെല്ലാം നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ബലൂണെല്ലാം വീർപ്പിച്ചിട്ടത് ഞാൻ ഇനി കെട്ടിയെല്ലാം സെറ്റ് ചെയ്യണം. എനിക്ക് അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ.
അപ്പോൾ കൊച്ചച്ചനും കുഞ്ഞമ്മയും കൂടെ വരും. അപ്പോൾ കൊച്ചച്ചനാണ് നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് തരുന്നത്. ശ്രീമോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്കും കൊച്ചച്ചൻ തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറി വെച്ചാൽ അടിപൊളിയായിട്ട് ചിക്കൻ കറി എന്നല്ല എന്തൊരു ഫുഡാണെങ്കിലും കൊച്ചച്ചൻ അടിപൊളിയായിട്ട് വെക്കുന്നതുകൊണ്ട് കൊച്ചച്ചൻ അത് അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇഞ്ചി അതെല്ലാ സാധനങ്ങളും നമ്മളെല്ലാം അരിഞ്ഞു വറുക്കി കൊടുത്ത് കൊച്ചച്ചൻ അങ്ങനെ കറി വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ബർത്ത്ഡേ വ്ലോഗുമായിട്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.